ഹായ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കാലം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കോഴിക്കോട് ചാവറ ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു. നല്ല മഴയുള്ളൊരു ദിവസം ഒരു മനുഷ്യൻ ആ ലൈബ്രറിയിലേക്ക് കയറി വരികയാണ്. ഒരു വെള്ള മുണ്ടും ഷർട്ടും ഒക്കെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ള വെള്ള താടിയൊക്കെ ഉള്ള ഒരു കുഞ്ഞുണ്ണി മാഷിനെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു മനുഷ്യൻ കയറി വന്നു. അദ്ദേഹം എന്തോ ലൈബ്രറിനോട് സംസാരിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഞങ്ങൾക്കൊരു പുച്ഛം തോന്നി, കാരണം അയാളുടെ വേഷം അങ്ങനെയായിരുന്നു. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈബ്രറിയൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ആ പോയ മനുഷ്യനെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. അയാൾ പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു പ്രമുഖ വാർത്താ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസിൽ ഒരു വലിയ പോസ്റ്റിലിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നും അതിൽ അദ്ദേഹത്തിന് ഏകദേശം 1 ലക്ഷത്തോളം രൂപ പെൻഷൻ കിട്ടുന്ന അത്ര വലിയൊരു പോസ്റ്റിലിരുന്നുള്ളൊരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജിലെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് വലിയൊരു സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേദന സംഹാരികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വക കണ്ടെത്തുകയാണ്. നമ്മുടെ മുമ്പിലൊക്കെ ഈ മുഷിഞ്ഞ സഞ്ചിയുമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ വരും ഈ ഒരു സഞ്ചിയുമായിട്ട്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ പെൻഷൻ്റെ ഭാഗവും ഞാൻ കൊടുക്കുന്നത് അവരുടെ മരുന്ന് വാങ്ങാനാണ്. കാരണം അവരുടെ വേദന എനിക്കറിയാം. കാരണം ഞാനും ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. പക്ഷേ ഞാൻ എൻ്റെ ഈ രോഗത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ചിന്തിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ എടുക്കുന്നില്ല. കാരണം എനിക്ക് 70 കഴിഞ്ഞു. ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് ആ പിഞ്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ മരുന്നിനുള്ള വക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സഞ്ചിയുമായി നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത്തരമൊരു സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ ഒന്ന് മടിച്ചേക്കാം ഇങ്ങനെ ആളുകളുടെ പിന്നാലെ നടക്കാനും ആളുകളോട് പണം ചോദിക്കാനും ഒക്കെ അല്ലേ. ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കേവലം മാർക്കുകൾക്കപ്പുറത്തേക്ക് ഒരുപാട് മൂല്യങ്ങളും ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആവേണ്ടതും അത്യാവശ്യമാണ്. ഇത് തന്നെയാണ് സൈലത്തിൻ്റെ വിഷനും. നമ്മൾ കേവലം മാർക്കുകൾ വാങ്ങിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ട്രിക്സുകൾ യൂട്യൂബിൽ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. നിങ്ങളെ ഒരു വലിയ മനുഷ്യനാക്കാൻ കൂടെയുള്ള, ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടെയാണ് നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ നടക്കുന്നത്. അത്തരം ക്ലാസ് റൂമുകളിലേക്ക്, അത്തരം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. സൈലത്തിൻ്റെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള റൈറ്റ് ടൈമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടിട്ട് 15% ഡിസ്കൗണ്ട് ഫീസിൽ ഉണ്ട്. സോ ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. വരാനിരിക്കുന്ന മാർച്ചിലെ ആ വലിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് തയ്യാറെടുക്കാനും അതിലേറ്റവും മികച്ച വിജയം നേടുവാനും നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം.